എന്റെ ആന്റി ഇന്ദ്രൻ നിന്നിവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. അല്ലെങ്കിലേ അവൻ ഈ ബാഗ് ഏതാന്നൊക്കെ ചോദിച്ചേനെ. എന്റെ പേടി സത്യനോ സോനയോ ഇവിടെ ഉണ്ടാവൂന്നായിരുന്നു. എന്തായാലും ഒരു പരിക്കും കൂടാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ. അയ്യോ എന്റെ അമ്മോ. ഇനി നമുക്ക് ഈ ബാഗും തുറന്നു നോക്കിയാലോ? ആന്റി തന്നെ ഐശ്വര്യമായിട്ട് അങ്ങ് തുറക്കാം. മിനിമം 25 ലക്ഷം രൂപയെങ്കിലും ഈ ബാഗിൽ കാണുമെന്ന് എന്റെ പ്രതീക്ഷ. ഹർഷേ, എങ്കിലേ നമുക്ക് ആ മുരുകനെ പറഞ്ഞതിനേക്കാൾ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. അല്ല, അവന് നമ്മൾ 2 ലക്ഷം കൊടുക്കാന്നല്ലേ പറഞ്ഞേ? ഒരു 3 ലക്ഷം കൂടെ ചേർത്ത് അവന് 5 ലക്ഷമായിട്ടും കൊടുക്കാം. ആ മുരുകനെ കൊണ്ടേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യിക്കാനുള്ളതാ. ഓ ശരി, 5 എങ്കിൽ 5. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്നാലുവേ നിന്റെ കണക്കും പ്രകാരം ഇതിൽ 20 ലക്ഷം ബാക്കി കാണുമല്ലോ. ആന്റി, എനിക്ക് അതിനേക്കാളും സന്തോഷം ആ വീടിന്റെ രജിസ്ട്രേഷൻ മുടങ്ങല്ലോ എന്ന് ഓർത്താ. ഓ, അത് മുടങ്ങിയാലുള്ള ആ അനുപമയുടെ അവസ്ഥ ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അവൾ ഇവിടെ നിൽക്കില്ല ഹർഷേ. മാനക്കേട് ഭയന്ന് അച്ഛനും മോളും അടുത്ത വണ്ടിക്ക് നാട് പിടിക്കും. അത് മനസ്സിൽ കാണാൻ എന്തൊരു സുഖം ആന്റി. അല്ല, ആ മുരുകനെ ഈ ബാഗ് തട്ടിപ്പറിച്ചതിന്റെ തെളിവൊന്നും കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ലെന്നേ. ദേ, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ബാഗ് എത്തിക്കുന്നത് വരെ ഒരു കുഞ്ഞു പോലും കണ്ടിട്ടില്ലെന്നല്ലേ അവൻ പറഞ്ഞത്. അത് ശരിയാ. ഇനി മുരുകനെ പോലീസ് പിടിച്ചാൽ പോലും അവൻ നമ്മുടെ പേര് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് മതി, അത് മതി. ആന്റി, ഇനിയും കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. ആന്റി പെട്ടെന്ന് ഈ ഭാഗം തുറക്ക്. ആന്റി, ആരെങ്കിലും വരുന്നത് നടച്ചേ. ആരുമില്ല, തുറക്കല്ലേ? തുറക്ക്. തുറക്ക ആന്റി. ആന്റി ഇവിടെ നോക്ക്, ഇപ്പുറത്ത്.